മൈ ഡിയർ ഫ്രണ്ട്സ്, ഒരാൾ എഴുതിയിരിക്കുന്നത് ധാരാളം കുട്ടികൾ ഇന്നത്തെ കാലത്ത് ഭയങ്കര അക്രമവാസനയുള്ളവരായി മാറുന്നുണ്ട്. ഭയങ്കര ദേഷ്യമാണ് കുട്ടികൾക്കൊക്കെ. അതുപോലെ കുറച്ച് പ്രതികാരമൊക്കെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നു. ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കേണ്ടേ എന്നാണ്. ഇത്തരം മാനസിക വ്യതിയാനങ്ങളൊക്കെ കുട്ടികൾ കാണുന്നതിൻ്റെ പ്രധാന കാരണം അവരുടെ നിരാശാബോധമാണ്. അവർ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു സ്നേഹവും അംഗീകാരവും ഒന്നും കിട്ടുന്നില്ല. വീടുകളിലെ ചില പ്രശ്നങ്ങൾ, പിന്നെ പ്രതികാര വാഞ്ച നമ്മൾ സംസാരത്തിൽ നിന്നുണ്ടാകുന്നതാണ്. ഇപ്പോൾ വിഷ്വൽ മീഡിയ അല്ലെങ്കിൽ വിനോദത്തിനുള്ള ഉപാധികൾ, ഇവയിലൊക്കെ മൂല്യത്തകർച്ച സംഭവിക്കുന്നതായി ചിലയിടത്തൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ലഹരി വസ്തുക്കളുടെ അവൈലബിലിറ്റി, അത് വീട്ടിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും സമൂഹത്തിൽ നിന്നുമാകാം. ഇതെല്ലാം കൊണ്ട് ഈ പണം ഉണ്ടാക്കാനുള്ള എളുപ്പമാർഗം ലഹരി സാധനങ്ങളുടെ വിൽപ്പനയാണെന്ന് നമുക്ക് പലയിടത്തും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്, അല്ലേ? പല സ്ഥലങ്ങളും അങ്ങനെ തന്നെയാണ്. ജോലി ചെയ്യാതെ പണമുണ്ടാക്കുക. ഇന്നത്തെ സാമൂഹ്യ പരിതസ്ഥിതിയിലാണെങ്കിൽ ചെയ്ത കുറ്റം ആരും ഏൽക്കില്ല. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ ആരെങ്കിലുമൊക്കെ ചെയ്തിട്ട് സ്കൂളിലായാലും കുട്ടി എന്താ പഠിക്കാത്തതെന്ന് ചോദിച്ചാൽ കുട്ടിയുടെ ബുദ്ധിയെക്കുറിച്ചും 50% മെൻ്റലി റിട്ടാർഡാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ചെയ്യുന്നത്? പഠിത്തം എങ്ങനെയാണെന്ന് അവർ ആലോചിക്കുന്നില്ല. അതുപോലെ സ്കൂളിലൊക്കെ ആയാലും ഗ്രൂപ്പിസം ഉണ്ട്, സെഗ്രിഗേഷൻ ഉണ്ട്, പഠനത്തിൻ്റെ മിടുക്കനുസരിച്ച് മുൻബെഞ്ച് പിൻബെഞ്ച്. വീട്ടിലായാലെങ്കിലും ഒരു പുച്ഛത്തോടു കൂടിയുള്ള നോട്ടവും ഒരു സഹതാപവും ഇതൊക്കെ ഇങ്ങനെ സമൂഹത്തിൽ നമ്മൾ കാണാറുണ്ട്. എല്ലാവർക്കും നമ്മളാണ് ശരി, നമുക്ക് ജയിക്കണം. സ്കൂളിലാണെങ്കിൽ A+, രക്ഷകർത്താക്കൾക്ക് A+, നമ്മൾ മുമ്പ് പറഞ്ഞു. ഇങ്ങനെയുള്ള പല പല കാരണങ്ങളാൽ കുട്ടികൾ ആകെ അസ്വസ്ഥരാണ്. അവരുടെ ഒന്ന് പ്രതികരിച്ചാൽ ഭാവി പോലും അപകടത്തിലാകുന്ന തരത്തിൽ പ്രതികരിച്ച പല നടപടികളും നമ്മൾ ഈ അടുത്ത കാലത്ത് പല സ്ഥലത്തിൽ നിന്നും ഉന്നത അധികാരികളിൽ നിന്ന് പോലും നമ്മൾ കേൾക്കാനിടയായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ വളരുംതോറും ഈ കുട്ടികൾക്കുള്ള പരിശീലനം കൊടുത്തു കൊണ്ടുവരണം. പക്ഷേ എല്ലാം നമ്മുടെ സുഖത്തിനും സൗകര്യത്തിനും അനുസരിച്ച് വേണ്ടിയാണെന്ന് മാത്രം ധരിച്ചുകൊണ്ട് വളരുന്ന ഒരു യുവത്വവും മധ്യവയസ്കരും സഹതാപം ഒട്ടും പോലും കിട്ടാത്ത മധ്യവയസ്കരും ചേർന്ന ഒരു സമൂഹത്തിലാണ് നമ്മുടെ ഈ കുട്ടികൾ പിറന്നു വീഴുന്നത്. ഇതിൻ്റെ ഫലം എന്താണ്? കുട്ടികളിൽ മാനസിക വിഭ്രാന്തി പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്നു. അവർക്ക് ഒരു സ്പോഞ്ച് പോലെ അവർ പലതും ഒബ്സർവ് ചെയ്ത് അതിനെ ഒപ്പിയെടുക്കുകയാണ്. അത് പിന്നെ മാറുന്നില്ല. ഈ പഞ്ചസാരപ്പാട്ടയിൽ കയറുന്ന ഉറുമ്പിൻ്റെ വിചാരം ഇതെല്ലാം ആ പഞ്ചസാര മുഴുവൻ അതിന് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഇന്നത്തെ മനുഷ്യരും. അവർക്ക് ഈ സമൂഹത്തിൽ എങ്ങനെ പെരുമാറണമെന്നും അല്ലെങ്കിൽ കുട്ടികളെ എങ്ങനെ വളർത്തണമെന്നുള്ള കാര്യത്തിൽ കിട്ടുന്ന അപക്വമായ സമീപനം. അപ്പോൾ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എന്നാണ് ഈ രക്ഷിതാക്കളും സമൂഹവും ഭരണകൂടവും അടങ്ങുന്ന ഒരു സമൂഹം ഉദയം കൊള്ളണമെന്നുണ്ടെങ്കിൽ ഈ കുട്ടികളെ ചേർത്ത് പിടിക്കുക, കുട്ടികളുടെ ആവശ്യത്തിനനുസരിച്ച് നീങ്ങുക. അന്ന് മാത്രമേ യഥാർത്ഥ ഭാരതീയ പൗരൻ ഉണ്ടാകുന്നുള്ളൂ. നമുക്ക് നല്ലതിനു വേണ്ടി ക്ഷമയോടുകൂടി കാത്തിരിക്കാമെന്ന് മാത്രമേ പറയാൻ സാധിക്കൂ.